ഇന്ന് നമ്മോടൊപ്പം ദേശീയ അധ്യാപക അവാർഡ് ജേതാവും എഴുത്തുകാരനുമായ ശ്രീ മണ്ണയി മോഹൻ മാസ്റ്ററാണുള്ളത്. നമസ്കാരം സർ. അമ്മ മലയാളത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. ആദ്യമായി അമ്മ മലയാളത്തിനായി സാറിൻ്റെ 4 വരികൾ ഞങ്ങൾക്കായി പാടാമോ? തീർച്ചയായും. മധുരം മലയാളം, നമ്മുടെ ഹൃദയം മലയാളം. മധുരം മലയാളം, നമ്മുടെ ഹൃദയം മലയാളം. മണ്ണിൻ ഗന്ധം മലയാളം, പുഴയുടെ താളം മലയാളം. മണ്ണിൻ ഗന്ധം മലയാളം, പുഴയുടെ താളം മലയാളം. മധുരം മലയാളം, നമ്മുടെ ഹൃദയം മലയാളം. മണ്ണിൻ ഗന്ധം മലയാളം, പുഴയുടെ താളം മലയാളം. കിളുന്നു ചുണ്ടുകളാദ്യമോതി അമ്മ മലയാളം. കിളുന്നു ചുണ്ടുകളാദ്യമോതി അമ്മ മലയാളം. സ്നേഹത്തിൻ്റെ നാമ്പുകളായി നമ്മുടെ മലയാളം. മധുരം മലയാളം, നമ്മുടെ ഹൃദയം മലയാളം. മണ്ണിൻ ഗന്ധം മലയാളം, പുഴയുടെ താളം മലയാളം. പുഴയുടെ താളം മലയാളം. രക്ഷിതാക്കൾ ഇന്ന് ഇംഗ്ലീഷ് ഭാഷയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. ഞങ്ങൾ കുഞ്ഞുങ്ങൾ അമ്മ മലയാളത്തിൽ തന്നെ പഠിക്കുന്നതല്ലേ നല്ലത്? നല്ലൊരു ചോദ്യമാണ്. മലയാളം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഷയാണ്. നമുക്ക് പെറ്റമ്മ എത്രത്തോളം പ്രിയങ്കരിയാണോ അതുപോലെ തന്നെയാണ് നമ്മുടെ ഭാഷയും. നമ്മൾ മിണ്ടി തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ പിഞ്ചിളം ചുണ്ടിൽ നിന്ന് ഊർന്നു വീഴുന്നത് നമ്മുടെ ഭാഷയായ മലയാളമാണ്. തീർച്ചയായും മാതൃഭാഷയിലൂടെ ഉള്ള അധ്യാപനവും അതുപോലെ തന്നെ മാതൃഭാഷയിലുള്ള പഠനവുമാണ് ഏറ്റവും നല്ലത്. ലോകത്തെങ്ങുമുള്ള ആളുകൾ, രാജ്യങ്ങളൊക്കെ തന്നെ സ്വീകരിച്ചിരിക്കുന്ന നയം അതുതന്നെയാണ്. നമ്മുടെ മാതൃഭാഷ എന്ന് പറഞ്ഞത് നമ്മുടെ ഹൃദയരക്തമാണ്. അതിൽ ചാലിച്ച ആ ഭാഷ തന്നെ ആയിരിക്കണം നമ്മൾ ആദ്യമായിട്ട് അതിലൂടെ ആയിരിക്കണം പഠനം തുടങ്ങേണ്ടത് എന്നുള്ളത് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. മലയാള ഭാഷയ്ക്ക് പ്രാധാന്യം നൽകുന്ന എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് സാർ നടത്തുന്നത്? മലയാള ഭാഷയ്ക്ക് പ്രാധാന്യം നൽകുന്ന പ്രവർത്തനങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ ക്ലാസ് മുറികളിൽ നിന്നാണ് അത് ആരംഭിക്കുന്നത്. കുട്ടികളുടെ ഓരോ പ്രവർത്തനത്തിലും അവരുടെ ക്രിയേറ്റിവിറ്റി, സർഗാത്മകത വളർത്താൻ ഉതകുന്ന രീതിയിൽ മലയാളത്തിലൂടെയാണ് അവർക്കുള്ള ഇതുപോലെയുള്ള സർഗാത്മക പ്രവർത്തനങ്ങളിലൂടെയാണ് പല പ്രവർത്തനങ്ങളുണ്ട്. ഇല്ലൻ്റ് മാഗസിൻ പ്രവർത്തനം, അതുപോലെ തന്നെ കയ്യെഴുത്ത് മാസികകൾ, അതുപോലെ ചെറിയ കവിതാ കളരികൾ, ഇത്തരത്തിൽ അവരെ ചടുലമായിട്ടുള്ള ഒട്ടനവധി പരിപാടികളാണ് ഈ മലയാള ഭാഷയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് സ്കൂളിൽ നടക്കുന്നത്. ഇപ്പോൾ പ്രത്യേകമായിട്ട് പറയാനുള്ളത് റേഡിയോയിലൂടെ, സ്കൂൾ റേഡിയോ ഉണ്ട്, മുകുളം സ്കൂൾ റേഡിയോ ഉണ്ട്. അതിലൂടെയും ഇതുപോലെ തന്നെ മാതൃഭാഷയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒട്ടനവധി പരിപാടികൾ നടത്തുന്നുണ്ട്. കുട്ടികളത് വളരെ ആവേശപൂർവ്വം സ്വീകരിക്കുന്നുമുണ്ട്. സർഗാത്മകത എന്ന് പറയുന്നത് നമ്മൾ ജന്മം മുതൽക്ക് തന്നെ നമ്മളെ ചുറ്റുപാടുകളിൽ നിന്നും നമ്മൾ ആർജിച്ചെടുക്കുന്നുണ്ട് കുറേയൊക്കെ. അമ്മയുടെ താരാട്ട് പാട്ടിൽ നിന്നും ഈണം ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ക്ലാസ് മുറിയിലേക്ക് എത്തുമ്പോൾ തന്നെ ക്ലാസ് മുറി ആ സർഗാത്മക കഴിവുകളെ വികസിപ്പിക്കുന്നതിന് ഉതകുന്ന രീതിയിലായിരിക്കണം. ക്ലാസ് മുറിയിൽ നല്ലൊരു വായനാമൂല വേണം. കുട്ടികളുടെ രചനകൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള ഒരു കോർണർ വേണം. നല്ല ഒരു ക്ലാസ് ലൈബ്രറിയും അവിടെ സജ്ജമായിരിക്കണം. കുട്ടികൾക്ക് ആവശ്യമുണ്ടാകുമ്പോൾ അത് ഉപയോഗിക്കുന്ന തരത്തിലായിരിക്കണം അത് ക്ലാസ്സിൽ വെക്കേണ്ടത്. ഏത് സമയത്തും അവർക്കത് ഉപയോഗിക്കാനും
അവരുടെ പിന്നെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഭാഷാ ഭാഗവുമായി ബന്ധപ്പെട്ട ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ അനുബന്ധ പ്രവർത്തനങ്ങളും എല്ലാം തന്നെ ക്രമാനുഗതമായി വളർന്നുകൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ സർഗാത്മകത എന്ന് പറയുമ്പോൾ ഓരോ കുട്ടിയിലും അത് ജന്മം മുതൽക്ക് തന്നെ അവനിൽ അതുണ്ട്. അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനായിട്ട് ചെറിയ ചെറിയ കുട്ടിക്കവിതകളും അതുപോലെ തന്നെ കുട്ടിക്കഥകളും ഇതെല്ലാം തന്നെ ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുകയും അതുപോലെ തന്നെ അധ്യാപകർ ഇടയ്ക്കൊക്കെ അത് ആലപിക്കുകയും കുട്ടികൾ ഒന്നിച്ച് അത് പാടി രസിക്കുകയും വേണം. സർഗവേളകൾ പോലെയുള്ള പ്രവർത്തനങ്ങളും ഇതിന് മാറ്റുകൂട്ടാൻ ഉപകരിക്കുന്നു. അതുപോലെ തന്നെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ വിവിധ പ്രവർത്തനങ്ങളും ഈ സർഗാത്മകയുടെ വളർച്ചയ്ക്ക് വളരെയധികം പിന്നെ സഹായം ലഭിക്കുന്നുണ്ട് അതുവഴി. രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്നും പുരസ്കാരം നേടിയ നിമിഷത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു നിമിഷമായിരുന്നു അത്. ഒരു സുവർണ നിമിഷം എന്ന് വേണം പറയാൻ. ദേശീയ പുരസ്കാരം രാഷ്ട്രപതിയിൽ നിന്ന് ഏറ്റുവാങ്ങാൻ വേണ്ടി ഡൽഹിയിലെത്തിയതും അവിടെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഒരുക്കിയ സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തതും അതുപോലെ തന്നെ MHRD മിനിസ്റ്റർ അവരുടെ വസതിയിൽ തയ്യാറാക്കിയ വിരുന്നിൽ പങ്കെടുത്തു. അതുപോലെ രാഷ്ട്രപതി ഭവനിൽ ഉള്ള വിരുന്ന്, അങ്ങനെ 3 പ്രധാനപ്പെട്ട വിരുന്നുകളിൽ പങ്കെടുക്കാനും അവസരം കിട്ടി. അതിനുശേഷം സെപ്റ്റംബർ 5-ാം തീയതിയാണ് രാഷ്ട്രപതിയിൽ നിന്നും ദേശീയ പുരസ്കാരം ഏറ്റുവാങ്ങിയത്. ആ നിമിഷം എന്ന് പറയാൻ എങ്ങനെ പറയാം, ജീവിതത്തിലെ മറക്കാനാവാത്തൊരു നിമിഷമാണത്. നമ്മളെ ഏറെ ത്രസിപ്പിക്കുക എന്ന് കേട്ടിട്ടുള്ളൂ. ഞാൻ എന്തു പറയുക, ഈ ലോകത്തൊന്നും അല്ല എന്ന് തോന്നി. ഞങ്ങൾക്കുള്ള താമസ സൗകര്യം റെഡിയാക്കിയ സ്ഥലത്തൊന്നും അതിരാവിലെ എഴുന്നേറ്റ് തയ്യാറാക്കി പുറത്തിറങ്ങാൻ ഫോണെല്ലാം സ്വിച്ച് ഓഫ് ചെയ്യുന്ന ആ നിമിഷത്തിൽ പെട്ടെന്നൊരു ഫോൺ കോൾ വരികയാണ്. അപ്പോൾ എന്നെ പഠിപ്പിച്ച എൻ്റെ സാറാണ് വിളിച്ചിരുന്നത്. എന്നെ പഠിപ്പിച്ച നമ്പ്യാർ സാർ എന്നൊരു അധ്യാപകനുണ്ട്, മലയാളം എന്നെ പഠിപ്പിച്ച സാറാണ്. അധ്യാപക വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ എന്നെ വളരെയധികം സ്വാധീനിച്ച നമ്പ്യാർ സാറിൻ്റെ ഫോണായിരുന്നു അത്. അദ്ദേഹം എൻ്റെ ഫോണ് ദേശീയ അവാർഡ് കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ എവിടെ നിന്നോ തപ്പിപ്പിടിച്ച് എന്നെ ഫോൺ ചെയ്ത് വിളിക്കുക. ദേശീയ അവാർഡ് വാങ്ങാൻ പോകുന്നതിൻ്റെ തൊട്ട് 1 സെക്കൻഡ് വൈകിയാൽ അത് കിട്ടുമായിരുന്നില്ല. അദ്ദേഹം ഒരു നിമിഷം നിശബ്ദനായി. എന്നിട്ട് ഇടർന്ന കണ്ടത്തോടെ അദ്ദേഹം പറഞ്ഞു, ഇത് എന്നെപ്പോലെയുള്ള എല്ലാവർക്കും ഒരു സമ്മാനമാണ്, ഞാൻ അതിൽ അഭിമാനിക്കുന്നു. നീ രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്നും ഈ അവാർഡ് ഏറ്റുവാങ്ങുമ്പോൾ ഞങ്ങളെല്ലാം സന്തോഷിക്കും, ഞാൻ സന്തോഷിക്കും. എല്ലാ ഭാവുകങ്ങളും ഉണ്ടാവട്ടെ, നല്ലൊരു അധ്യാപകനായി തീരുക. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറിൻ്റെ കാൽ തൊട്ട് വന്ദിച്ചുകൊണ്ടാണ് ഞാൻ ഈ അധ്യാപക അവാർഡ് വാങ്ങാൻ പോകുന്നത്, അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ആ അനുഗ്രഹം വാങ്ങിയിട്ടാണ് ഞാൻ രാഷ്ട്രപതിയുടെ അവാർഡ് വാങ്ങാൻ വേണ്ടിയിട്ട് വിജ്ഞാൻ ഭവനിലെത്തുന്നത്. അവിടെ അവാർഡ് വാങ്ങുന്ന ആ നിമിഷമെന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. കനത്ത നിശബ്ദതയാണ്. നമുക്ക് സഹിക്കാൻ പറ്റാത്തത് ബഹളങ്ങളല്ല, നിശബ്ദതയാണ് എന്ന് അപ്പോഴാണ് മനസ്സിലായത്. ആ നിശബ്ദതയ്ക്കൊടുവിൽ രാഷ്ട്രപതിയുടെ പാദപതനം അടുത്തടുത്ത് വരികയാണ്. എങ്ങും നിശബ്ദതയാണ്. രാഷ്ട്രപതി ഇടതുവശത്തുനിന്നും അങ്ങനെ പതുക്കെ പതുക്കെ അകമ്പടിയോട് കൂടിയിട്ട് വരികയാണ്. നമ്മുടെ ഹൃദയം ഇങ്ങനെ മിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അത് എനിക്ക് തന്നെ കേൾക്കാം, എൻ്റെ ഹൃദയം മിടിപ്പ്. അങ്ങനെ ഉള്ള അവസരത്തിൽ നമ്മളെ പേര് വിളിക്കുന്നു. നമ്മൾ രാഷ്ട്രപതി സന്നിഹിതനായിരിക്കുന്ന സ്റ്റേജിലെത്തുന്നു. അദ്ദേഹത്തിൽ നിന്നും മെഡലും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങുന്നു. ഇത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഒരു സുവർണ നിമിഷമാണ്. ഒരിക്കലും മറക്കാൻ കഴിയില്ല. അന്ന് ഞാൻ ആ സ്റ്റേജിൽ വെച്ച് ഞാൻ എൻ്റെ ഗുരുക്കന്മാരെക്കുറിച്ച് ഓർത്തു, എൻ്റെ സ്കൂളിനെക്കുറിച്ച് ഓർത്തു, എൻ്റെ നാടിനെക്കുറിച്ച് ഓർത്തു. അങ്ങനെ വേണം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, കുട്ടികളാണ്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ അധ്യാപകർ നിങ്ങൾക്ക് എന്നും മാതൃകയായിരിക്കും. അവരുടെ ഗുരുത്വവും അനുഗ്രഹവും നിങ്ങൾക്ക് വേണം. അത് ഭാവിയിൽ ഉയരങ്ങളിൽ എത്തുമ്പോൾ നമുക്ക് ആഹ്ലാദിക്കും. അത്തരം സുവർണ നിമിഷങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന.